നിങ്ങൾ മരട് കുണ്ടന്നൂർ ജംഗ്ഷനും നെട്ടൂർ ജംഗ്ഷനും ഇടയ്ക്കായി ഹൈവേയിൽ നിന്നും വാക്കിംഗ് ഡിസ്റ്റൻസിൽ അല്പം സ്ഥലത്തോടു കൂടി ഒരു വീട് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, പഴക്കം പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ്. NHൽ നിന്നും വെറും 250 മീറ്റർ മാത്രം മാറി 7 സെൻറ്റ് സ്ഥലത്ത് 2250 സ്ക്വയർ ഫീറ്റിലുള്ള ഈ 4 BHK വീട് സ്ഥിതി ചെയ്യുന്നത് നെട്ടൂരാണ്. 18 വർഷം പഴക്കമുള്ള ഈ വീടിൻ്റെ നിർമ്മാണത്തിനായി ഇഷ്ടികയും മണലും, വുഡൻ വർക്ക്സിനായി തേക്കും പ്ലാവുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വീടിൻ്റെ മുറ്റത്ത് ചെറുതും വലുതുമായ ഒന്നിലധികം വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാൻ സാധിക്കും. കാർ പോർച്ച്, സിറ്റ് ഔട്ട്, ലിവിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ, 2 കിച്ചൺ, ഒരേ വലിപ്പത്തിലുള്ള 3 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ 4 ബെഡ്റൂമുകളും ബാൽക്കണിയുമുള്ള കുണ്ടന്നൂർ ജംഗ്ഷനും നെട്ടൂർ ജംഗ്ഷനും ഇടയ്ക്കായി NHൽ നിന്നും വെറും 250 മീറ്റർ മാത്രം മാറി 7 സെൻറ്റ് സ്ഥലത്ത് 2250 സ്ക്വയർ ഫീറ്റിൽ 18 വർഷം പഴക്കമുള്ള ഈ 4 BHK വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന പ്രൈസ് 1,25 ലക്ഷം രൂപയാണ്. ഈ തുക നെഗോഷ്യബിളുമാണ്, ലോണും അവൈലബിൾ ആണ്. NHൽ നിന്നും വെറും 250 മീറ്റർ മാത്രം മാറിയാണ് ഈ ഭവനം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡെയിലി നിങ്ങൾ ആലുവ, എടപ്പള്ളി, തോപ്പുംപടി എല്ലാം യാത്ര ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ വീട് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ്. ഈ ഭവനത്തിൽ നിന്ന് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 33 കിലോമീറ്ററും, ആലുവയ്ക്ക് 23 കിലോമീറ്ററും, കൊച്ചിൻ ഇൻഫോ പാർക്കിലേക്ക് 15 കിലോമീറ്ററും, എടപ്പള്ളിക്ക് 12 കിലോമീറ്ററും, വൈറ്റിലേക്ക് 5 കിലോമീറ്ററും, തേവരയ്ക്ക് 4 കിലോമീറ്ററും, മരട് കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് 1.5 കിലോമീറ്ററും, നെട്ടൂർ ജംഗ്ഷനിലേക്ക് 700 മീറ്ററും, NHലേക്ക് വെറും 250 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. നാളെ ഒരു പക്ഷേ ഭാവിയിൽ അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസിലെല്ലാം വളരെയധികം വ്യത്യാസമുണ്ടായിരിക്കുന്നതാണ്. യാത്രാ സൗകര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഈ വീട് നിങ്ങൾക്ക് യോജിച്ചതാണെങ്കിൽ ഈ വീടിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടുക. ഇതുപോലെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വാങ്ങിക്കാനും വിൽക്കാനും ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. താങ്ക്